ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഗീ റൈസ്, അതായത് നെയ്ച്ചോറ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്. അപ്പം വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഗീ റൈസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടി ഉള്ളി നന്നായിട്ടൊന്ന് ചോപ്പ് ചെയ്ത് വെച്ചത് കുറച്ചെടുത്തിട്ടുണ്ട്. അതേപോലെ സ്പൈസസ്, അണ്ടിപ്പരിപ്പ്, മുന്തിരി, ഏലക്കായ 4 ഗ്രാമ്പു 4 പട്ട ഈ ഒരു വലുപ്പത്തിൽ. അതേപോലെ ഉള്ളി വേറെയും അരിഞ്ഞു വെച്ചിട്ടുണ്ട്. 4 കപ്പ് റൈസും എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി റൈസ് നന്നായിട്ട് കഴുകി ഊറ്റി വെക്കാം. അപ്പോൾ അതോടൊപ്പം തന്നെ നമുക്ക് സ്റ്റവിൽ കടായി വെച്ച് അതിലേക്ക് 1/4 കപ്പ് സൺഫ്ലവർ ആണ് അതിലേക്ക് ഒഴിച്ചു കൊടുത്തത്. ഇനി ഇതൊന്ന് ചരിച്ച് വെക്കാം. അപ്പോൾ ചരിച്ച് വെച്ചാൽ നമുക്കതിലേക്ക് അണ്ടിപ്പരിപ്പ് ഇട്ടാൽ അതൊന്ന് വാടി കിട്ടുള്ളൂ. അപ്പോൾ അതേപോലെ ചരിച്ച് വെക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. ഈ ഒരു അണ്ടിപ്പരിപ്പ് ഗോൾഡൻ കളർ ആവുന്നത് വരെ ഇളക്കി കൊടുക്കുക. ഇനി അതിലേക്ക് മുന്തിരി ഇട്ട് കൊടുക്കാം. മുന്തിരി ഇട്ടതിന് ശേഷം മുന്തിരി പൊങ്ങി വരുന്നത് വരെ ഇളക്കി കൊടുക്കുക. കണ്ടല്ലോ, മുന്തിരി നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് കോരി വെക്കാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് മുന്തിരിയും അണ്ടിപ്പരിപ്പാണ് എടുത്തിട്ടുള്ളത്. ഇതിലേറെ എടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചെറുതായി ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള, കട്ടിയില്ലാതെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഗോൾഡൻ കളർ ആവുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്കൊരു പിഞ്ച് പഞ്ചസാരയും ആഡ് ചെയ്യാം. എന്നാൽ നമ്മളിത് കോരി വെച്ചാലും നമ്മൾ കോരി വെച്ച അതേ ഒരു കളറിൽ തന്നെ ഇത് കിട്ടും കേട്ടോ, കരിഞ്ഞു പോവില്ല. നമ്മളെ ഉള്ളി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി അതും കോരി വെക്കാം. കണ്ടല്ലോ, ഇതുപോലെ അണ്ടിപ്പരിപ്പ്, മുന്തിരി, ഉള്ളിയൊക്കെ കോരി വെച്ചു. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ചു കൊടുക്കുക. അതേപോലെ തന്നെ സൺഫ്ലവറും 2 ടീസ്പൂൺ ഒഴിച്ചു കൊടുക്കുക. ഈ ഒരു ടൈമിൽ അടുത്ത അടുപ്പിൽ നമുക്ക് റൈസ് വേവാനുള്ള വെള്ളം തിളപ്പിക്കാനുണ്ട്. അപ്പോൾ റൈസ് നമ്മൾ എത്രയാണോ എടുക്കുന്നത് അതിൻ്റെ ഡബിൾ വെള്ളം ഇതുപോലെ തിളപ്പിക്കുക. അപ്പോൾ അതിന് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് നന്നായി തിളപ്പിക്കാം. അപ്പോഴേക്കും നമ്മുടെ ഒരു ഗീ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് സ്പൈസസ് ആഡ് ചെയ്ത് അതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ച സവാളയും ആഡ് ചെയ്തു. ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ പെട്ടെന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടി കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഉള്ളി നന്നായി വഴണ്ടതിന് ശേഷം ഇതിലേക്ക് നമ്മൾ കഴുകി വെച്ച് ഊറ്റി വെച്ച ആ റൈസ് ഇതിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഉള്ളി നന്നായി വഴണ്ടതിന് ശേഷം നമ്മൾ ഊറ്റി വെച്ച റൈസ് ഇതിലേക്ക് ആഡ് ചെയ്തു. റൈസ് നമ്മൾ കഴുകി ഊറ്റി വെച്ചതാണ് കേട്ടോ ഇതിലേക്ക് ആഡ് ചെയ്തത്. കണ്ടല്ലോ, ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഇതിലേക്ക് ഒരു നാരങ്ങയും ചെറുനാരങ്ങ ഇതേപോലെ ഒന്ന് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ചെറുനാരങ്ങ ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ എൻ്റെ കൂട്ടുകാരോട് എനിക്ക് പറയാനുള്ളത്, വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ വറുത്ത് നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ, ഒരു രക്ഷയില്ല. അടിപൊളി ടേസ്റ്റാണ്, സൂപ്പർ ടേസ്റ്റ്. അപ്പോൾ എല്ലാവരും ഇതേപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി, എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്കൊക്കെ കമൻറ്റിൽ അറിയിക്കണേ. അപ്പോഴേക്കും നമ്മുടെ വെള്ളം തിളച്ചതെന്ന് നോക്കാം. കണ്ടല്ലോ, തിളച്ച് വരുന്നുണ്ട്. നന്നായി വെട്ടി തിളച്ചതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് ഈ ഒരു വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. കണ്ടല്ലോ, വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി റൈസിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ റൈസ് എത്രയാണ് എടുത്തത് അതിൻ്റെ ഡബിൾ വെള്ളമാണ് എടുത്തത്. അപ്പോൾ വെള്ളം നന്നായിട്ട് മൂടി വെച്ചിട്ട് വേണം തിളപ്പിക്കാൻ. കണ്ടല്ലോ, റൈസിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുത്ത് ഇനി പാകത്തിന് ഉപ്പുണ്ടോ എന്ന് നോക്കാം. ഉപ്പില്ലെങ്കിൽ കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കാം. ഇന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഒന്ന് മൂടി വെക്കാം. അപ്പോൾ റൈസൊക്കെ ഇട്ടതിന് ശേഷം ഉപ്പുണ്ടോയെന്ന് നോക്കിയതിന് ശേഷം ഉപ്പില്ലെങ്കിൽ പാകത്തിന് ഉപ്പൊക്കെ ആഡ് ചെയ്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം മൂടി വെക്കാം. കുറച്ച് നേരം മൂടി വെച്ചതിന് ശേഷം ഇതുപോലെ തുറന്ന് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം. മൂടി വെച്ചതിന് ശേഷം വീണ്ടും തുറന്ന് ഇളക്കാം.
കുറച്ച് നേരം മൂടി വെച്ചതിന് ശേഷം ഒന്നും കൂടി ഇതേപോലെ ഇളക്കി നോക്കുക. അപ്പോൾ വീഡിയോയിൽ കാണുന്നത് പോലെ ചെയ്യുക, അല്ലെങ്കിൽ അടി പിടിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ റൈസ് ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പം അധികം ഇളക്കാതെ മെല്ലെ മെല്ലെ ഇളക്കി മറിച്ചിടാം. കണ്ടല്ലോ, അപ്പം നമ്മുടെ റൈസ് ഇവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒന്ന് നന്നായി ലെവൽ ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ ആദ്യം പൊരിച്ച് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ്, മുന്തിരി, സവാള കണ്ടല്ലോ, ഇതൊന്ന് ഇതേപോലെ ഇതിൻ്റെ മുകളിൽ ഡെക്കറേറ്റ് ചെയ്ത് വെക്കാം. കണ്ടല്ലോ, ഇതേപോലെ ഫ്രൈ ചെയ്ത് വെച്ച അണ്ടിപ്പരിപ്പ്, മുന്തിരിയും സവാളയൊക്കെ ഇതേപോലെ ഡെക്കറേറ്റ് ചെയ്ത് 2 മിനിറ്റ് മൂടി വെച്ചതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എൻ്റെ ഈ വീഡിയോ? എന്നാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അതേപോലെ ഈ ഒരു ഗീ റൈസ് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഓക്കെ, ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.